നല്ലൊരു പാരൻ്റ് ആവാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ കുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ദയവായിട്ട് കുട്ടികൾ വേണ്ട എന്ന് പറയുന്ന മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുക. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റാത്തൊരു പാരൻറ്റിനെ കണ്ടിട്ടില്ല. നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിയായാൽ ശരിയാവുമെന്ന് വിചാരിക്കരുത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കുട്ടികളുടെ അവസ്ഥ. രണ്ടാളുണ്ടാകുമ്പോൾ ശരിയാവാത്ത പ്രശ്നം മൂന്നാമതൊരാൾ കൂടി വന്നാൽ എങ്ങനെ ശരിയാവാനാ? അച്ഛൻ അബ്യൂസീവ് ആണെങ്കിലും അമ്മ അബ്യൂസീവ് ആണെങ്കിലും കുട്ടികൾക്ക് അച്ഛനും അമ്മയുമാണ്. നിന്റെ അമ്മ അങ്ങനെയല്ലേ, നിന്റെ അപ്പൻ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിഷമം കൂടുതലായി പോകുന്നതല്ലേ ഉള്ളൂ. പ്രൈഡ് ഒക്കെയാണ് പല മനുഷ്യരുടെയും പ്രശ്നം. പക്ഷെ പ്രൈഡ് പുഴുങ്ങി തിന്നാല് നമുക്ക് ഇന്നാളൊരു ദിവസം എൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു കമൻ്റ് എഴുതി, ടോക്സിക് ആയിട്ടുള്ള പാരൻസിനേക്കാളും നല്ലത് ഡെഡ് ആയിട്ടുള്ള പാരൻസാണ്. ഒരു കുട്ടീനെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ എപ്പോഴും കാണുന്ന രീതിയിലേക്ക് ആക്കി തീർത്തു, ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ ആക്കി തീർത്തെങ്കിൽ ആ കുട്ടി നമ്മളുടെ കുട്ടി അല്ലാതായി മാറുക. കുട്ടിക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടും. അച്ഛനെയും അമ്മേനെയും വിശ്വസിക്കാൻ കൊള്ളൂല എന്നുള്ളത് കുട്ടി അങ്ങ് തീരുമാനിക്കും. അമ്മ ഇതും ഒരു കോണ്ടന്റ് ആക്കി മാറ്റും. എന്നെ മാനും മര്യാദയും കളയും. തല്ലുന്നു, സോറി പറയുന്നു, പിന്നെയും തല്ലുന്നു, പിന്നെയും സോറി. അതില് കാര്യമില്ല. തെറപ്പി, കൗൺസിലിംഗ് എന്ത് പറയുമ്പോഴും അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ടു മാഡിസൺ ഡിജിറ്റൽ. ദിസ് ഇസ് അനുഷ ആൻഡ്രൂസ്. ഇന്ന് വളരെ ഇൻസൈറ്റ്ഫുള്ളായ, ഡീപ്പായ, വളരെ വണ്ടർഫുള്ളായ ഒരു കോൺവെർസേഷന് എൻ്റെ കൂടെ ഉള്ളതൊരു പാരൻറ്റിങ് കോച്ചാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ വളരെ സ്നേഹത്തോടെ ഉമ്മ എന്ന് വിളിക്കുന്ന സുമയ തായബ്. വെൽക്കം ടു ദ ഷോ. ഒരുപാട് സന്തോഷം ഉമ്മാനെ ഈ ഒരു ഷോയിൽ എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയതിന്. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കില്ല. അത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ എനിക്കൊരു ഡൗട്ടുള്ള കാര്യമാണ്, ചെറുതായിട്ട് അറിയാം. പക്ഷേ ഈ പാരൻറ്റിങ് കോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്പോർട്സിന് പറയുന്നൊരു സാധനമാണല്ലോ കോച്ച്. നീ ഇപ്പൊ പറഞ്ഞതിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം. അതിന് ഉത്തരം അതായത് ഇപ്പൊ PT ഉഷയുടെ കോച്ചാണ് നമ്പ്യാർ. PT ഉഷ ഓടുന്നത് പോലെ മൂപ്പർക്ക് ഓടാൻ പറ്റൂലല്ലോ. മൂപ്പര് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണേ? എങ്ങനെ പോകണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ ചെയ്യണം, എത്ര കാറ്റ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യണം, അങ്ങനെ പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പല പാരൻസും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ കുറച്ചും കൂടി ഗൈഡ് ചെയ്യാനും കുറച്ചും കൂടി നമുക്ക് ആ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊരു ഉറപ്പ് വരുത്താനും ഒക്കെ കൂടി ഹെൽപ്പ് ചെയ്യുന്ന കോച്ചസാണ് പാരൻറ്റിങ് കോച്ചസ്. പാരൻറ്റിങ് കോച്ചസ് ആർ നോട്ട് തെറപ്പിസ്റ്റ് അൺലെസ് ദർ തെറപ്പിസ്റ്റുകളല്ല അവർ. പാരൻറ്റിങ് കോച്ച് മാത്രമാണെങ്കിൽ അവർ തെറപ്പിസ്റ്റ് അല്ല. അവർ തെറപ്പിസ്റ്റുകളും പാരൻറ്റിങ് കോച്ചും ആണ് എങ്കിൽ മാത്രമേ നമുക്കവരെ തെറപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പല മക്കളും നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത പോലത്തെ പ്രശ്നങ്ങളും കൊണ്ട് വീട്ടിലേക്ക് വരും. അപ്പോൾ ഈ പാരൻസിന് അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. പിന്നെ മെയിൻലി പാരൻറ്റിങ് കോച്ചസിൻ്റെ ഹെൽപ്പ് അധികം ഉണ്ടാവുന്നത് സ്കൂളുകളിൽ, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചില ഓർഗനൈസേഷൻസ് ഒക്കെ പാരൻറ്റിങ് സെഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. അതല്ലാതെ മക്കളുടെ ഇപ്പോൾ ടീനേജിലെത്തിക്കഴിയുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ഇങ്ങനെ മാറി എന്നൊക്കെ കാണുന്ന പാരൻസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ അവർ പാരൻറ്റിങ് കോച്ചസിൻ്റെ അടുത്ത് പോകാറുണ്ട്. പാരൻറ്റിങ് കോച്ചസ് കുട്ടികൾക്കുള്ള കോച്ചിങ് അല്ല ചെയ്യുക, പാരൻറ്റിൻ്റെ. അപ്പോൾ എൻ്റെ കുട്ടീനെ ഒന്ന് ശരിയാക്കി തരുമെന്ന് വെച്ചിട്ട് കുട്ടികളെയും കൊണ്ട് നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ പാരൻറ്റിങ് കോച്ചസ് അങ്ങനെയുള്ള സംഗതികൾ ചെയ്യാറില്ല. പാരൻസിനെയാണ് കോച്ചസ് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. എനിക്ക് ഞാനൊരു എന്താ പറയുക, ഒരു ബിഗ് സിസ്റ്റർ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കണ്ട് ഭയങ്കര ഒരു കൺസേൺഡ് ആയിട്ടുള്ളൊരു വിഷയമുണ്ട്. അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികളെ പാരൻസ് അവരുടെ കോണ്ടൻ്റ് ആക്കി മാറ്റുന്നൊരു അവസ്ഥ. നമ്മൾ അഫ്രി ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലത്തെ അഫ്രി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിനകത്ത് അഫ്രി പറഞ്ഞാണ്, എനിക്കൊരു മോളുണ്ടായി, ആ മോൾക്ക് ഞാൻ ഒരു 15 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു 1 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്ത് അമ്മയാണ് എന്ന് അഫ്രി ഭയങ്കര തമാശയായിട്ട് പറഞ്ഞു. അത് പാരൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. കുട്ടി ജനിക്കുമ്പോഴേക്കും കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അതിൽ കോണ്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലത്തെ ഒരു അപകടം പല പാരൻസും മനസ്സിലാക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ വൈ ഇസ് ഇറ്റ് നെസസിറ്റി നോ? അതൊരു നെസസിറ്റി ആയി മാറുന്നത് എന്തുകൊണ്ടാണ്? നെസസിറ്റി ഒന്നും അല്ല ആക്ച്വലി.
അത് പാരൻസ് അവരുടെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും കൺസെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസെൻറ്റ് ഇല്ലാണ്ട് ഈ വീഡിയോസ് ചെയ്യുന്നത് ശരിയല്ല. കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് ശരിയല്ല. എവിടെയെങ്കിലുമൊക്കെ കുട്ടിയോട് ചോദിക്കുക, കുട്ടിയോട് പറയുക, കുട്ടീനോട് ജസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമുള്ളൊരു സംഭവം അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അതും കൂടി ചെയ്യരുത് എന്നാണ് പൊതുവെ പറയുക. പക്ഷെ കുട്ടിയുടെ ഇഷ്ടങ്ങൾ, കുട്ടിയുടെ ഉറങ്ങുന്ന സമയം, കുട്ടിയുടെ വീട്ടിൽ കളിക്കുന്ന സമയം, എല്ലാ കാര്യങ്ങളും, കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും, കുട്ടിയുടെ കളേഴ്സിനോടുള്ള ചോയ്സസ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് പുള്ളി ചെയ്യാൻ ഭയങ്കര ഈസി അല്ലേ ഇത്. അതിപ്പോൾ നമ്മളിനിയിപ്പം എന്ത് പാസ്വേഡ് പഠിപ്പിച്ചു കൊടുക്കണം, എന്ത് കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ എപ്പോഴും കാണുന്ന രീതിയിലേക്ക് ആക്കി തീർത്തു, ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ ആക്കി തീർത്തെങ്കിൽ ആ കുട്ടി നമ്മളുടെ കുട്ടി അല്ലാതായി മാറുക. പിന്നെ അത് നാട്ടുകാരുടെ കുട്ടിയും മറ്റു മനുഷ്യരുടെ കുട്ടിയൊക്കെ ആയിച്ചേരും. ഇത് ചെയ്യുന്ന ആൾക്കാർ സ്നേഹം, കണക്ഷൻ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ ആ കുട്ടിക്കും നല്ലതല്ല, അവർക്കും നല്ലതല്ല. പിന്നെ പൈസ വിചാരിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് നമുക്കൊന്നും പറയാനില്ലല്ലോ. അങ്ങനെയാണ് കോണ്ടന്റ് ആവുന്നത്. അല്ലാതെ നല്ലൊരു അമ്മയാവുന്നത് അമ്മ കുട്ടിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ല. ഇൻസ്റ്റഗ്രാമിൽ കയറേണ്ടത് 13 വയസ്സിന് ശേഷമാണെന്നുള്ള തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവരൊരു നല്ലൊരു അമ്മയാവുക. ഇപ്പോൾ ഈ കുട്ടി നാട്ടുകാരുടെയും കൂടെ ആവുമെന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ ഈ കുട്ടികളെയൊക്കെ ഭയങ്കര മോശമായിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് ബുള്ളി ചെയ്യുന്ന ആൾക്കാർ, ഗ്രോണപ്പ് ആയിട്ടുള്ള ആൾക്കാർ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താണ് ഈ സമൂഹത്തിൻ്റെ പോക്കത് എങ്ങോട്ടാണെന്ന് തോന്നും. അപ്പോഴും അതിനെ കോണ്ടന്റ് ആക്കുന്ന പാരൻസ് ഉണ്ട്. അതായത് കുട്ടീനെ കൊണ്ട് പറയിക്കുന്നത് എന്താ എന്നെ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ ചേട്ടൻ എന്നെ എന്തിനാ ഇങ്ങനെ തെറി വിളിക്കുന്നത് കുറേ ഐ ഹവ് സീൻ ആക്ച്വലി അങ്ങനത്തെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് വൈ വുഡ് ദേ ഡു ദാറ്റ്? അത് ശരിക്കില്ലേ, പണ്ടൊക്കെ നമ്മൾ ഒരു ഗെറ്റ് ടുഗെദറെല്ലാം ഉണ്ടാകുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളോട് ആ കാര്യം വേറൊരാൾ ചോദിക്കുമ്പോൾ തന്നെ കുട്ടികൾ നമ്മളോട് ചോദിക്കും അതെങ്ങനെയാ അവരറിഞ്ഞേ, അതെന്തിനാ അവരോട് പറഞ്ഞേ, അത് എൻ്റെ കാര്യമായിരുന്നില്ലേ, വെറുതെ എന്തിനാ. പിന്നെ എന്താ പറ്റുകയെന്നറിയോ, കുട്ടിക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടും. പിന്നെ കുട്ടി പറയേണ്ട കാര്യങ്ങൾ നമ്മളോട് പറയാത്തൊരവസ്ഥ വരും. അച്ഛനെയും അമ്മേനെയും വിശ്വസിക്കാൻ കൊള്ളൂല എന്നുള്ളത് കുട്ടി അങ്ങ് തീരുമാനിക്കും. നമ്മൾ അവരുടെ സേഫ് സ്പേസ് ആവേണ്ടടുത്ത് നമ്മളുടെ അടുത്ത് അവർക്ക് സേഫ്റ്റി ഇല്ല എന്നുള്ളൊരു തോന്നൽ ഈ കുട്ടിക്ക് ചെറിയ പ്രായത്തിലെ തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചിട്ടും ഇങ്ങനെ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടിയ ഒരു കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് എത്ര ബുദ്ധിമുട്ടുകളും ബുള്ളിങ് നേരിടേണ്ടി വരും. ആ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈ കുട്ടികൾ വന്നിട്ട് നമ്മളോട് പറയുമോ? അമ്മ ഇതും ഒരു കോണ്ടന്റ് ആക്കി മാറ്റും, എന്നെ മാനും മര്യാദയും കളയും എന്നൊരു തോന്നൽ കാരണം കുട്ടിയൊന്നും പറയാതിരിക്കുന്ന ഒരവസ്ഥ വരില്ലേ. പിന്നെ കുട്ടിയിൽ നിന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കില്ലേ, ആ പ്രതീക്ഷക്കനുസരിച്ചിട്ട് ഈ കുട്ടിക്ക് വളരാൻ പറ്റുന്നില്ല എങ്കിൽ ഈ കുട്ടി മെന്റലി ഡൗൺ ആവില്ലേ. അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്ക് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ റിയൽ ലൈഫിൽ ഈ കുട്ടീനെ കാണാനുണ്ടാവുക. അപ്പം റിയൽ ലൈഫിൽ കാണുന്ന മനുഷ്യർ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു ടൈപ്പ് ഓഫ് ബുള്ളിങ് ആവില്ലേ. ഇതിന് കുട്ടികൾക്ക് ഭയങ്കര ഒരു പ്രഷർ ഉണ്ടാവില്ലേ? പിന്നെ ഭയങ്കര പ്രഷർ ഉണ്ടാവും. പെർഫോമൻസ് ആങ്സൈറ്റി കുട്ടിക്ക് ഉണ്ടാവും, ഭയങ്കരമായിട്ടുണ്ടാവും. അതല്ലാത്ത കുട്ടിയൊക്കെ തന്നെ ഉണ്ടാവുന്നില്ല. ഇപ്പം ടാലൻറ്റഡ് ആയ കുട്ടിയിൽ നിന്നും നമ്മൾ അധികം പ്രതീക്ഷിക്കുമ്പോൾ കുട്ടിക്ക് ചില സമയത്ത് കുട്ടിയുടെ മൂഡ് ഓഫ് എന്തെങ്കിലും ഉണ്ടാവും, കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് കുട്ടിക്ക് പെർഫോമൻസ് കുറച്ചൊന്ന് ഇത് കുറയുമ്പോൾ തന്നെ പാരൻസ് നിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത് എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഈ ഫസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ വലിയൊരു കാര്യം. കുട്ടി എത്ര പെർഫോം ചെയ്തു എന്നുള്ളത് ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഈ റിയാലിറ്റി ഷോസിലൊക്കെ ഫസ്റ്റ് വന്ന ആൾക്കാർ മാത്രമാണ് ഭയങ്കര ആൾക്കാർ. അത്രയും കാലം പെർഫോം ചെയ്ത കുട്ടികൾക്കൊന്നും ഒരു വിലയില്ലാത്ത പോലെ ആയിപ്പോവാറുണ്ട്. അപ്പം ഈ ഏറ്റവും മുമ്പിലേക്ക് വരിക എന്നുള്ള ഒരു പ്രഷർ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭയങ്കര മോശമാണ്. ഡിപ്രഷൻ പോലെയൊക്കെ വരാനായിട്ട് സാധ്യത ഒരുപാട്
ഇപ്പം നമ്മളെ നാട്ടിൽ ഇപ്പോഴാണല്ലോ ഈ പരിപാടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള നാടുകളിലൊക്കെ മുമ്പേ വന്നതാണല്ലോ. ചില കുട്ടികൾക്ക് ഭയങ്കര വെറുപ്പ് വന്നിട്ട് ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയയെ കണ്ടുകൂടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി പോകാറുണ്ട്. ചില കുട്ടികൾ സോഷ്യൽ മീഡിയയുടെ മീമായി പോകാറുണ്ട്. അപ്പോൾ ആ കുട്ടീൻ്റെയൊക്കെ പെയിനൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ അതെ. ഈ കുട്ടി കരയുന്നതോ പാവിട്ട് നിലവിളിക്കുന്നതോ തെറി പറയുന്നത് ഇവിടെ ട്രെൻഡ്. അതെ, ഭയങ്കര ട്രെൻഡ്. ഞാൻ ഈയിടെ കണ്ടൊരു വീഡിയോ എന്താണെന്നറിയോ? ഒരു കുട്ടിയുടെ മുസ്ലിംസിൽ ഈ സർക്കംസിഷൻ ഉണ്ടല്ലോ ആൺകുട്ടികൾക്ക്, ചെറിയ പ്രായത്തിലാണ് അത് പലപ്പോഴും ചെയ്യുക. അപ്പോൾ ഈ കുട്ടിയോട് പറയാതെ ഈ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് തോന്നുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ കുട്ടി മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ഒരു കഷ്ണം ഇതിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അവിടെ ഇങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ ഈ കുട്ടി കരയാണ്, ബഹളം വെക്കുകയാണ്, എൻ്റെത് മുറിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അതിനങ്ങ് വീഡിയോ എടുത്തിട്ട് അവർ തമാശയ്ക്ക് അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടതായിരിക്കും, ലോകം മുഴുവൻ എത്തി. ഇനിയിപ്പോൾ ആ കുട്ടി വലുതായി കഴിയുമ്പോൾ എത്ര പേര് ആ കുട്ടി അന്ന് പറഞ്ഞത്, ഡോക്ടറെയൊക്കെ ആ കുട്ടി ചീത്ത വിളിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ ചെയ്തു പോയ പല കാര്യങ്ങളും മറ്റ് മനുഷ്യർ പിന്നെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് എത്ര പെയിൻ ഉണ്ടോ അതേ പെയിന് നമ്മളുടെ കുട്ടികൾക്കും ഉണ്ടാവും എന്നൊരു ചിന്ത വേണം. ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസ്റ്റ് ചെയ്യണോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണമുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അത് പോസ്റ്റ് ചെയ്യാതെ അവിടെ വെക്കണം. നമുക്ക് തന്നെ 5 മിനിറ്റ് മുമ്പേ ഒരു അഭിപ്രായം ഉണ്ട്, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാമായി കഴിയുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ്, റൈറ്റ്? അതുപോലെ തന്നെ നമ്മളത് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾക്കുള്ള സാധനം അല്ല മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഐപാഡ്. പെർസ്വേസീവ് ഡിസൈൻ എന്നാണ് ടൈപ്പ് ഡിസൈനിന് നമ്മൾ പറയുക. അതുകൊണ്ടാണ് ആക്ച്വലി സ്റ്റീവ് ജോബ്സ് മക്കൾക്ക് ഇത് കൊടുക്കാതിരുന്നത്. ഫേസ്ബുക്കിൻ്റെ സക്കർബർഗ് ആണെങ്കിലും സ്വന്തം മക്കൾക്ക് ഈ സാധനമൊന്നും കൊടുക്കില്ല. ഈ ടെക്നോളജി ഉണ്ടാക്കിയ ഒരു മനുഷ്യനും അവനവൻ്റെ കുട്ടികൾ അത് യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല. ഇപ്പോൾ AI കണ്ടുപിടിച്ച ആളാണെങ്കിലും പറയുന്ന എഐയുടെ അപകട സാധ്യതകളെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് പുള്ളി പറയണത്. പക്ഷെ അപ്പോഴത്തേക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. അത് അങ്ങനെയാണ്, ഒരു സാധനവും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആറ്റം ബോംബ് ഉണ്ടാക്കിയ പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ കുട്ടികൾ ഇത് കാണുമ്പോൾ ഇതിൻ്റെ സ്പേസ് ഉണ്ടല്ലോ, സ്പീഡ്, അതിൻ്റെ കളറ്, ഈ മിന്നി 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 മറിയുന്ന ആ സംഭവം, ഇതൊക്കെ കുട്ടികളെ കൺഫ്യൂഷനിലാക്കുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ ഇവരുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഭയങ്കരമായിട്ട് ഇവർ ടയേർഡാവും, മെമ്മറി ലോസ് ഉണ്ടാവും, ലാക്ക് ഓഫ് അറ്റൻഷൻ ഉണ്ടാവും, പിന്നെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ലാണ്ടായിപ്പോവും, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പഠിക്കാൻ മാത്രമല്ല, ഈ കുട്ടികൾക്ക് വിളിച്ചാൽ കേൾക്കൂല, അവർക്ക് മനസ്സിലാവൂല. പിന്നെ ഒരു കാര്യം സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്ത മക്കളായിട്ട് പോവാറുണ്ട് ഈ കുട്ടികൾ. എല്ല് പോലും ഉറക്കാത്ത അവസ്ഥയായി പോവാറുണ്ട് ഇത്ര. പിന്നെ പെയിന്, എല്ല് സംബന്ധമായിട്ടുള്ള ഓർത്തോപീഡിക് കുറേ പ്രശ്നങ്ങൾ ഈ മൊബൈൽ നോക്കിയിരിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. ഈവൻ നമ്മൾ കുറേ നേരം ഇരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പിൽ പണിയെടുക്കുന്നത് നമുക്കും ഇല്ലേ പ്രശ്നങ്ങൾ. ഒരു മോശം റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആവാത്തൊരു റിലേഷൻഷിപ്പ് ഡിവോഴ്സ് ആവുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കപ്പിൾസ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതായത് മക്കളെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാനിതിൽ നിൽക്കുന്നത്, എൻ്റെ മോളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ മോനെക്കുറിച്ച് ഓർത്താണ് ഞാനിത് സഹിക്കുന്നത് എന്നുള്ള കാര്യം എപ്പോഴും പറയും. അപ്പോൾ ഈ മക്കളെക്കുറിച്ച് ഇത്രയും കൺസേൺഡ് ആയിട്ടുള്ള പാരൻസ് തന്നെ ഡിവോഴ്സിന് ശേഷം മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. മിക്കപ്പോഴും ഈ രണ്ട് പേർക്കിടയിലുള്ള ഈഗോ ക്ലാഷിൽ കുട്ടി അങ്ങ് പെട്ടുപോകും. മോസ്റ്റ് ഓഫ് ദ ടൈം ഏതെങ്കിലും ഒരു പാരൻറ്റിന് കുട്ടിക്ക് നഷ്ടമാവും, ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിപ്പോവും. അപ്പോൾ ശരിക്കും ഒരു ഡിവോഴ്സ്ഡ് ആയ ഒരു കപ്പിളിൻ്റെ കുട്ടിയെ എങ്ങനെയാണ് സൊസൈറ്റി അല്ലെങ്കിൽ ആ പാരൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതേ മനുഷ്യർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തെറപ്പി റൂമിലേക്കൊന്ന് പോയിക്കൂടെ? നല്ലൊരു കപ്പിൾ തെറപ്പിസ്റ്റിനെ കാണുക, അവരുടെ അടുത്ത് നിന്ന് തെറപ്പി എടുക്കുക. എന്താണ് പ്രശ്നം? റിപ്പയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വളരെ കുറവാണ്. മനുഷ്യൻ്റെ ഈഗോ മാത്രമാണ് റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഉള്ളത്. അത്രയും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യരാണ് പലപ്പോഴും റിപ്പയർ ചെയ്യാൻ തയ്യാറാവാതെ ഡിവോഴ്സിലേക്ക് പോകുന്നത്. അതല്ലാതെ പിന്നെ ഫിസിക്കലി അബ്യൂസും
ഫിനാൻഷ്യൽ അബ്യൂസസും അങ്ങനത്തെയൊക്കെ ഉള്ളത് വേറെ കാര്യമാണ് കേട്ടോ. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ റിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഒന്നിച്ച് താമസിക്കുക, ഈ പ്രശ്നങ്ങളില്ല. അതല്ല എങ്കിൽ രണ്ടാൾ രണ്ട് വശത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അത് കഴിഞ്ഞു, ഡിവോഴ്സ് കഴിഞ്ഞ് പിന്നെ കോ പാരൻറ്റിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കോ പാരൻറ്റിങ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. ഒരാളുടെ അടുത്ത് ഇത്ര ദിവസം, മറ്റേ ആളുടെ അടുത്ത് ഇത്ര ദിവസം എന്നൊക്കെ കോടതി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരാളുടെ അടുത്ത് പോയി നിന്നിട്ട് വരുമ്പോൾ ആ കുട്ടിക്ക് സന്തോഷം കണ്ടാൽ ഇപ്പുറത്തു നിന്നുള്ള ആൾക്ക് ദേഷ്യം വരും. ഇപ്പുറത്തു നിന്നുള്ള ആളെടുത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാൻ കുട്ടി വിമുഖത കാണിച്ചാൽ മറ്റേ ആൾക്ക് ദേഷ്യം വരും. എക്സൈറ്റഡ് ആയാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ദേഷ്യം വരും. അതൊക്കെ ഈ കുട്ടി തന്നെ സഹിക്കേണ്ടിയും വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കുട്ടികളുടെ അവസ്ഥ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അതിനു മുമ്പേ ആലോചിക്കണം, നമ്മൾ റെഡിയാണോ, നമ്മളുടെ റിലേഷൻഷിപ്പ് ഇതിനൊക്കെ റെഡിയാണോ. നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിയായാൽ ശരിയാവും എന്ന് വിചാരിക്കരുത്. രണ്ടാളുണ്ടാകുമ്പോൾ ശരിയാവാത്ത പ്രശ്നം മൂന്നാമതൊരാൾ കൂടി വന്നാൽ എങ്ങനെ ശരിയാവാനാ? അപ്പോൾ പ്രശ്നം കൂടുകയല്ലേ ചെയ്യുന്നത്. മൂന്നാമതൊരാൾ കൂടി വരുമ്പോൾ എല്ലാം കൂടുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് പൈസയും കൂടുതൽ വേണം, സ്പേസ് കൂടുതൽ വേണം, എല്ലാം കൊണ്ട് ആ കുട്ടീനെ നേരെ വളർത്തണം, അതിന് സ്കൂളിൽ ചേർക്കണം, അതിനുള്ള ചിലവുകൾ, അപ്പോൾ എല്ലാം കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നങ്ങളും കൂടുകയല്ലേ ചെയ്യുന്നില്ല. പിന്നെ ബാക്കിയുള്ള മനുഷ്യർ, കൂടെ നിൽക്കുന്ന മനുഷ്യർ എല്ലാവരും ഈ കുട്ടികളോട് കുറച്ചും കൂടെ കൈൻഡ് ആയിരിക്കണം. കാരണം ആ കുട്ടികൾ കടന്നു പോകുന്നത് ചെറിയ ബുദ്ധിമുട്ടിലൂടെ ഒന്നും അല്ല. നിന്റെ അമ്മ അങ്ങനെയല്ലേ, നിന്റെ അപ്പൻ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിഷമം കൂടുതലായി പോകുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുട്ടിക്ക് എന്ത് ലാഭമുള്ള, നമുക്ക് എന്ത് ലാഭമുള്ള, കേട്ട് നിൽക്കുന്ന മറ്റു മൂന്നാമതൊരു മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ലാഭമുള്ള. പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? ആരെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് പറ്റുന്നെങ്കിൽ സഹായിക്കുക, പറ്റുമെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റു മനുഷ്യർ ചെയ്യേണ്ടത്. പിന്നെ ഒന്നിച്ച് ജീവിക്കുന്ന അമ്മയച്ഛൻ്റെ കാര്യമാണെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. കാരണം അവർക്ക് അച്ഛനും അമ്മയും ഒരുപോലെയാണ്. അച്ഛൻ അബ്യൂസീവ് ആണെങ്കിലും അമ്മ അബ്യൂസീവ് ആണെങ്കിലും കുട്ടികൾക്ക് അച്ഛനും അമ്മയുമാണ്. അതാണ് അവരുടെ ലോകം. അപ്പം അവരുടെ അവരുടെ ലോകം താറുമാറാവുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അത് ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അച്ഛനും മനസ്സിലാക്കണം, അമ്മയും മനസ്സിലാക്കണം. പക്ഷേ ഇത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകുന്ന മനുഷ്യർക്ക് അവരും ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇഫ് പോസിബിൾ തെറപ്പി, കൗൺസിലിംഗ്, എന്ത് പറയുമ്പോഴും അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. അതിലേക്ക് തന്നെ അടുത്ത ക്വസ്റ്റ്യനും വരുന്നത്. അതായത് ഈ പാരൻസിനൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഈ കുട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കുട്ടിക്ക് അത് കിട്ടാതിരിക്കാനായിട്ട് കൺസേൺഡ് ആയിട്ടുള്ളൊരു പാരൻ്റ് ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ലൈക്ക് അത് കുട്ടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ഒരാൾക്ക് ഭയങ്കര തലവേദനയും പനിയൊക്കെ ആയിട്ട് ഒരാൾ ഭയങ്കര ക്ഷീണം വന്നിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കുട്ടിയോടത് പറയുക? അമ്മയ്ക്ക് വയ്യ, വയ്യ. അതുപോലെ തന്നെ അച്ഛന് ചെറിയ പ്രശ്നം ഉണ്ടിടാ, ഇങ്ങനെ ഒരു കുറച്ച് ദേഷ്യം കൂടുതൽ വരുന്നൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടിടാ. അങ്ങനെ മെല്ലെ സമാധാനമായിട്ട് ഒരു വലിയൊരു പ്രശ്നമായിട്ട് പറയണ്ട അത്. അപ്പോൾ ദേഷ്യപ്പെട്ടു പോയാലും നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ, അങ്ങനെ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ഒരു ക്യൂ കാണിച്ചാൽ മതി, അപ്പം ഞാൻ മനസ്സിലാക്കിക്കോളും. ആൻഡ് സോറി പറയാനൊക്കെ റെഡിയാവുന്ന പാരൻസ് ആണെങ്കിൽ കുട്ടികൾ പിന്നെയും കുറച്ചിതാവും. പക്ഷേ തല്ലുന്നു, സോറി പറയുന്നു, പിന്നെയും തല്ലുന്നു, പിന്നെയും സോറി, അതിൽ കാര്യമില്ല. അത് പിന്നെ ഒരു ട്രോമ ബോണ്ട് ആയി മാറാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. പക്ഷെ ഇവിടെയൊക്കെയും നല്ലൊരു തെറപ്പിസ്റ്റിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. അതല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. പിന്നെ അത്രയും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം, തിരുത്താൻ പറ്റുന്ന അങ്ങനത്തെ സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ എവിടെയാണ്, ഏത് ഫാമിലീസിലാണ് നമുക്ക് അങ്ങനെ സുഹൃത്ത് ബന്ധമൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ ആരെങ്കിലും വീട്ടിൽ പറയാതെ വന്നാൽ തന്നെ പ്രശ്നമായി ഇപ്പോ, അല്ലേ? ഭയങ്കര ഇഷ്യൂ ആണത്. പഴയ പോലെ അല്ല ഇപ്പോൾ. അല്ല, ആരെങ്കിലും ഒരാൾ വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ എടുത്തു വെക്കാറില്ല. വരുന്നുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് പറയും, നമ്മൾ ഓർഡർ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. അങ്ങനെ അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ചിട്ടും നമുക്ക് അങ്ങനെ അധികം പറയാൻ പറ്റില്ല. ഇപ്പം തെറപ്പിനെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ സത്യത്തിൽ. നമ്മൾ ഈ ജേർണലിസ്റ്റുകൾക്കിടയിലൊക്കെ പറയും, കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് പിന്നെ
തെറ്റ് പറ്റില്ലല്ലോ എന്നുള്ള സാധനം പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ മാതാപിതാക്കൾക്ക് തെറ്റ് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് ഒരു തെറ്റും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അവരത് എനിക്കൊരു ഇന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. അമ്മ അല്ലെങ്കിൽ അച്ഛാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, നമുക്കൊരു തെറാപ്പിസ്റ്റിനെ കാണാൻ പോയാലോ എന്ന് വെച്ചാൽ പറയും, എനിക്കൊരു കുഴപ്പമില്ല, നീ എന്ത് പറയണം, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയും. അപ്പോൾ ഉമ്മ ഒരു പാരൻറ്റിങ് കോച്ച് എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് തെറ്റ് പറ്റാത്തത് എന്ന് പറഞ്ഞു? അതവരുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ്. അതല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും തെറ്റുപറ്റും. ഞാൻ പ്രത്യേകിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റാത്തൊരു പാരൻറ്റിനെ കണ്ടിട്ടില്ല. ഗിൽറ്റി ഫീൽ ചെയ്യാത്തൊരു പാരൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയാത്തൊരു പാരൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റും. പക്ഷേ നമ്മൾ പിന്നെ നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ട് മേക്ക് യുവർ സെൽഫ് ബെറ്റർ. ഇന്നലത്തേതിനേക്കാളും നന്നാവാൻ നമ്മൾ ഇന്ന് ശ്രമിക്കുക. ഇനിയിപ്പോൾ കുട്ടി അങ്ങനെ നമ്മളോട് പറയുകയാണെങ്കിൽ അത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്, നമുക്കത് അവരുടെ മുമ്പിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണ്ട, മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം, എന്താണ് ഇൻട്രോസ്പെക്റ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ടായിരിക്കും കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നതൊക്കെ. അത് ആ കുട്ടീനോട് ചോദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് എങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വൈഫിനോട് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ അവരോടും ചോദിക്കാം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. ഇനി അതല്ല നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, എൻ്റെ കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കുട്ടി പറഞ്ഞിട്ടുണ്ടാവുക അപ്പോഴും അതും ഒരു വഴിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൗൺസിലേഴ്സോ നിങ്ങൾക്ക് തെറപ്പിസ്റ്റോ ഇനി പാരൻറ്റിങ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് കോച്ചുമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് നിന്ന് എനിക്ക് തിരക്കിടില്ല, ആസ്ക് ഫോർ ഹെൽപ്പ്. കാരണം നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ട് ജീവിച്ചവരൊന്നും ബാക്കിയായിട്ടൊന്നുമില്ല. എത്ര മനുഷ്യരിന് മുമ്പ് അങ്ങനെ ജീവിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്താണ് അവർ ബാക്കി വെച്ചിട്ടുള്ളത്? ഒന്നുമില്ല. ഇതിങ്ങനെ ജനറേഷൻ കണക്കിന് ഇങ്ങനെ പകർന്നു കൊടുത്തോണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈഡ് ഒക്കെയാണ് പല മനുഷ്യരുടെയും പ്രശ്നം. പക്ഷെ പ്രൈഡ് പുഴുങ്ങി തിന്നാല് നമുക്ക് ഒന്നും ഉണ്ടാവൂലല്ലോ. ഈ മക്കളുടെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോ എന്തോ ഒരു ചെറുതായി പോകുന്നു എന്ന് തോന്നുന്നു. ഈ ശരിക്കും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യരുടെ മെയിൻ പ്രശ്നം എന്തുകൊണ്ടാണ് അവർ നാർസിസിസ്റ്റിക് ആവുന്നത്? ഇൻസെക്യൂരിറ്റിയാണ്. അപ്പം ആ ഇൻസെക്യൂരിറ്റി ഉണ്ടാവുന്നത് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് അവർ കൂടുതൽ കാണിക്കുന്നത് കൊണ്ടും ഭയങ്കര ഈഗോയിസ്റ്റിക് ആയതുകൊണ്ടുമാണ് ഈ നാർസിസിസ്റ്റിക് ആവുന്നത്. കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് ഉള്ളിൽ നിന്നാണ്, ഈഗോ ഉണ്ടാവുന്നത് പുറത്ത് നിന്നാണ് മറ്റു മനുഷ്യർ കാണുമ്പോൾ. അപ്പം ഇത് ഇൻസെക്യൂർ ആയിട്ടുള്ള മനുഷ്യർക്കിത് മനസ്സിലാവില്ല. അവര് ബഹളം വെക്കും, ഞാൻ തന്നെയാണ് വലുത് എന്ന് കാണിക്കാൻ ശ്രമിക്കും, വലിയ പുറത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ ഭയങ്കരമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവര് മറ്റു മനുഷ്യരെ ചെറുതായി കാണാൻ തുടങ്ങും. അപ്പൊ പിന്നെ ഒരാളെ ഒരാള് നമ്മളെക്കാളും ചെറുതായി കാണുമ്പോൾ നമുക്ക് അവരൊരു വില ഉണ്ടാവില്ലല്ലോ. ആ വിലയില്ലാതെടുത്ത് പിന്നെ എന്ത് കോൺവെർസേഷൻസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക നമുക്ക്? കുട്ടികൾ എങ്ങനെയായിരിക്കണം? കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികളല്ല കേട്ടോ, ചെറിയ കുട്ടികളെന്നല്ല, മക്കൾ. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള മക്കൾ പാരൻസിനോട് ബിഹേവ് ചെയ്യേണ്ട ഒരു രീതി എന്താ? ഒരു നല്ല കുട്ടി, അവനൊരു ഗുഡ് കിഡ് അല്ല, ഒരു ഗുഡ് കിഡ്, നല്ലൊരു കുട്ടി ആവാനായിട്ട്, നല്ലൊരു മോളോ മോനോ ആവാനായിട്ട് എങ്ങനെയാണ് അത് ശ്രമിക്കേണ്ടത്? പാരൻസും സാധാരണ മനുഷ്യരാണ്, അവർ സൂപ്പർ ഹ്യൂമൻസ് അല്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. അവർക്കും തെറ്റ് പറ്റാം. നമുക്ക് കിട്ടാത്ത പാരന്റിങ് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കണം. അതിൻ്റെ പേരാണ് റീപാരന്റിങ്. ആ നല്ല പാരന്റിങ് കിട്ടാത്ത മനുഷ്യർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെയും അത് കൊടുക്കാൻ അറിയാത്ത ആൾക്കാരോട് നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? നമ്മളൊന്ന് ഹീലാവുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടാത്തതിൻ്റെ വിഷമമൊക്കെ നമുക്ക് തീർക്കാൻ. അതിൻ്റെ പേരാണ് റീപാരന്റിങ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറയുന്നില്ലേ. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പലരും പറയും അവർ ഭയങ്കര ടോക്സിക്കാണ്, അതുകൊണ്ട് ഞാൻ അവരെ അങ്ങോട്ട് വിട്ട് കളഞ്ഞു എന്ന് പറയും. ഇന്നാളൊരു ദിവസം എൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു കമൻ്റ് എഴുതി,
ടോക്സിക് ആയിട്ടുള്ള പാരൻസിനേക്കാളും നല്ലത് ഡെഡായിട്ടുള്ള പാരൻസാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര പെയിന് തോന്നി. ടോക്സിക് എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഫിസിക്കൽ അബ്യൂസ് ആണെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ പല മനുഷ്യരും പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ടുള്ളത് അറിവില്ലായ്മയിൽ നിന്നാണ്. അത് നമ്മൾ വലിയ കുട്ടികളാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ബ്രേക്ക് ദ സൈക്കിൾ. യുനോ പാരൻസിനും ഹീലാവണല്ലോ. യെസ്, അവർക്കും തോന്നണം ഞാൻ ഇവരോട് ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളത്. തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്. നമ്മളായിരിക്കുക, റിയൽ ആയിരിക്കുക, ഓണസ്റ്റ് ആയിരിക്കുക. നമ്മളുടെ പാർട്ട് ചെയ്യുക. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഇഫ് പോസിബിൾ ബി വെരി കൈൻഡ്. ഓക്കെ, ഓൾവേസ് സെറ്റ് യുവർ ബൗണ്ടറീസ്. ബി വെരി ഫേം ഓൺ യുവർ ബൗണ്ടറീസ്. നമ്മളുടെ പാരൻസ് നമ്മളുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന് നമ്മളോട് പഠിപ്പിച്ചു തരാനുള്ള വകുപ്പുണ്ടാക്കി വെക്കരുത്. അപ്പം നമ്മളുടെ വൈഫിന് നമ്മളുടെ കുട്ടി എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ വൈഫിന് നമ്മുടെ പാരൻറ്റ് വഴക്ക് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അവരവരുടെ കുട്ടികൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ വളർത്തട്ടെ. അത് റൂഡാവാതെ നമുക്ക് പറയാം. അങ്ങനെ പറയാനൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ട് വളരണമെങ്കിൽ ഇമോഷണലിയും മെൻ്റലിയും നമ്മൾ സെയിനായിരിക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ മെച്യൂർഡ് ആയിരിക്കണം. ഇമോഷണലി ഇമ്മച്യൂർഡ് ആയിട്ടുള്ള പാരൻസിന് ഇമോഷണലി മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികൾ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത്. അവരും കുറച്ച് ഹീൽ ചെയ്തിട്ട് കുറച്ച് ബെറ്റർ ആവും. നിങ്ങളും ഭയങ്കരമായിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കും. അപ്പം കിട്ടിയത് തിരിച്ചു കൊടുക്കരുത് ദയവേദിട്ട്. കാരണം അത് കാണുന്ന ഇനി വരാൻ പോകുന്ന തലമുറ അത് തന്നെ നമ്മളോടും ചെയ്തേക്കാം. ഇനി നമുക്കൊരു ക്വിക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഗ്മെൻറ്റ് നോക്കാം. ഓക്കെ, ഹെൽത്തി പാരൻറ്റിങ്ങിനെ ഒരു ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെയാണ് ഉമ്മ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ബാലൻസ് ഉണ്ടായിരിക്കണം. എല്ലാ തരത്തിലും ഇമോഷണലി മെൻ്റലി ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് ആണെങ്കിൽ അതിന് നമുക്ക് ഹെൽത്തി പാരൻറ്റിങ് പറയും. ഓക്കെ, പാരൻസ് കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുമല്ലോ, അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താ? ലൈക്ക് ആളുകൾ വിശ്വസിച്ച് വെച്ചേക്കുന്ന ഒരു മണ്ടത്തരം എന്താണ്? ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ അടി ആണ്, പണിഷ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, what's one quality every emotionally intelligent parent should develop? Active listening. Active listening. How can parents identify when their stress is affecting their child's behavior? കുട്ടി ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുമ്പോൾ, ഭയങ്കര ഇറിറ്റബിലിറ്റി കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ സ്ട്രെസ്സ് കുട്ടിയിലേക്ക് പകർന്നിട്ടുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പാരൻസിൻ്റെ തന്നെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്യേണ്ട ഒരു ബൗണ്ടറി എന്താണ് കുട്ടികളായിട്ട്? അസർട്ടീവ്നെസ്, സേയിങ് നോ. ലൈക്ക് നമ്മൾ ഭയങ്കര ടയർഡായിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മ ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഓടിപ്പോയിട്ട് നമ്മൾ ടയർഡായിട്ട് ഉള്ള സമയത്ത് വേണമെങ്കിലും നമ്മൾ പോയി ചായ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടി വിചാരിക്കുന്നത് എന്താണ്? എൻടൈറ്റിൽമെൻറ്റ് ആയി വരില്ലേ? അങ്ങനെ അസർട്ടീവ്നെസ് ആണ്, സേയിങ് നോ വെൻ യു വോണ്ട് ടു സേ നോ. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് a parent can take if they suspect depression or anxiety in themselves? Ask for help. Ask for help. അത് മാത്രം. What makes a child feel safe at home? Trust. എന്തു? പിന്നെ ട്രസ്റ്റും കൺസിസ്റ്റൻസിയും ആണ്. ഒരേ രീതിയിലാണ് പാരൻസ് പെരുമാറുന്നതെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര സമാധാനമായിരിക്കും. ഇന്നൊരു പെരുമാറ്റം നാളെ വേറൊരു പെരുമാറ്റത്തിലാണ് ഉള്ളതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വാട്ട്സ് വൺ പ്രാക്ടീസ് യു വിഷ് എവറി പാരന്റ് വുഡ് സ്റ്റാർട്ട് ടുഡേ? ലിസണിങ് ടു ദെയർ കിഡ്സ് വിത്തൗട്ട് ബീയിങ് ജഡ്ജ്മെന്റൽ. ഓക്കെ, നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർ പോൺ കാണാനായിട്ട്, ഒരു ഇൻ്റർനെറ്റിനോട് വളരെ എക്സ്പോസ്ഡ് ആണ്. അവർ പോൺ കാണാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ അവർ മാസ്ട്രുബേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് ഒരു അമ്മ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വീടുകളിൽ അങ്ങനൊരു പതിവേ ഇല്ലല്ലോ. അവർ അവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് പഠിച്ച് പോകുന്നു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് പാരൻസ് എത്രത്തോളം സംസാരിക്കണം കുട്ടികളോട്, അല്ലെങ്കിൽ ഒരു അമ്മ എങ്ങനെയാണ് ഒരു മകനോട് അല്ലെങ്കിൽ ഒരു മകളോട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്? ചെറിയ പ്രായത്തിൽ മുതലേ തുടങ്ങേണ്ടതാണ് ആക്ച്വലി സെക്സ് എഡ്യൂക്കേഷൻ. അത് നമ്മൾ അവരുടെ ജെനിറ്റൽ ഓർഗൻസിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടും അത് പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും സേഫ്റ്റിയും അൺസേഫ്റ്റിയും പറഞ്ഞു കൊടുത്തിട്ടും സേഫ് ആൻഡ് അൺസേഫ് ആയിട്ടുള്ള ടച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഒക്കെയാണ് നമ്മൾ വളർത്തുക. അങ്ങനെ വളർത്തുന്ന കുട്ടിക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ബോധം ഉണ്ടാവും. ഇനി അങ്ങനെയൊന്നും ആയില്ല,
വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു എന്ന്. അപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് അതാണ് റൈറ്റ് ടൈം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു കുട്ടി ഫോൺ കണ്ടു എന്ന് വിചാരിച്ചോ, നമ്മളത് മനസ്സിലാക്കിയെന്ന് വിചാരിച്ചോ, നമുക്ക് അവിടെ ഒരു കാര്യം കിട്ടിയില്ലേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. നീ ഇങ്ങനെ കണ്ടു എന്നുള്ളത് ഞാൻ കണ്ടു, അതൊക്കെ പിന്നെ നിന്റെ അഭിപ്രായം എന്താ അതിനെ കുറിച്ചിട്ട് എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടത്താൻ. ചിലപ്പോൾ കുട്ടികൾ നമ്മളോട് സത്യം തുറന്ന് പറഞ്ഞു എന്നൊന്നും വരില്ല. പക്ഷെ എന്നാലും അവരുടെ ട്രസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനത്തെ കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. കുട്ടി എന്തെങ്കിലുമൊക്കെ പറയും, അത് നമ്മൾക്കിത് പറയാം, ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ള പിന്നെ ഒരു സംഭവമാണ്, റിയൽ ലൈഫ് ഇങ്ങനെയൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അത് കാണേണ്ടത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ അല്ല ലൈഫ്, ഇതൊക്കെ ഇപ്പോൾ സിനിമയിൽ കാണുന്ന പോലെയാണോ നമ്മുടെ ജീവിതം, നമുക്ക് അവരോട് ചോദിക്കാം. അങ്ങനെയാണോ നമ്മളുടെ ജീവിതം? അങ്ങനെ റോഡിൽ പോകുന്ന ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കാറുണ്ടോ? എൻ്റെ മോക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പണ്ട്, നൈജീരിയയിൽ നിന്ന് മറ്റോ പഠിക്കാൻ വേണ്ടി വന്ന്. അവൻ വന്നപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ വിചാരിച്ചത് ഇന്ത്യയിലുള്ള ആൾക്കാർ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പാട്ട് പാടുന്നായിരുന്നു, ഡാൻസ് കളിക്കുന്നായിരുന്നു എന്നാണ്. അങ്ങനെ അല്ലല്ലോ സത്യത്തിൽ നമ്മുടെ ജീവിതം. അപ്പോൾ അങ്ങനെ അല്ലല്ലോ എന്നുള്ളത് ഈ കുട്ടിയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതും പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇനി മാസ്റ്റർബേഷനാണ് ഒരു വിഷയമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ലത് അച്ഛനാണ്. പിന്നെ അച്ഛന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ലൈക്ക് അച്ഛൻ ഇവിടെ ഇല്ലാത്ത ആളാണോ, ഇനി അച്ഛൻ ഇല്ലാത്ത കുട്ടിയാണോ, മരിച്ചുപോയതോ ഡിവോഴ്സ് ചെയ്തതോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആവാമല്ലോ, അതും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാം. അത് അച്ഛനാണെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ പ്രായത്തിൽ അച്ഛൻ എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. ആൺകുട്ടിയാണെങ്കിൽ ആ പ്രായത്തിൽ അച്ഛൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അച്ഛൻ എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് അച്ഛന് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ പുള്ളിക്ക് അതിനെക്കുറിച്ച് കുട്ടിയോട് സംസാരിക്കാം. പക്ഷേ സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഫോണ് നമ്മളുടെ അടുത്ത് ഉണ്ടാവരുത്, വേറെ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവരുത്, മൂന്നാമതൊരു മനുഷ്യൻ അവിടെ ഉണ്ടാവരുത്. അച്ഛനും അമ്മയാണ് പറയുന്നതെങ്കിൽ ചിലപ്പം വേറെ മൂന്നാമതൊരാൾ ഈ കുട്ടിയാണല്ലോ. അതല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഉള്ള കോൺവെർസേഷൻസ് തന്നെ ആയിരിക്കണം. ഒരു ഡ്രൈവിന് പോകാം, വേണമെങ്കിൽ ഒരു ബീച്ചിലേക്ക് പോകാം, ഒരു കോഫി ഷോപ്പിലേക്കോ മറ്റോ നമുക്ക് പോകാം. അവിടെ ആകുമ്പോൾ നമ്മളുടെ ഇത് നമ്മളിത് നഷ്ടപ്പെടുത്തൂല എന്ന് നമുക്ക് ഉറപ്പാണ്. നാട്ടുകാർ കാണുമ്പോൾ എനിക്കത് മോശമാണ്, ഞാൻ ഉറക്കെ സംസാരിച്ചാൽ എന്നുള്ളത് നമുക്കും അറിയാം. അതുകൊണ്ട് നമ്മളും കുറച്ച് ശ്രദ്ധയോടുകൂടിയായിരിക്കും സംസാരിക്കുക. അപ്പം തുടങ്ങിക്കഴിഞ്ഞിട്ട് അവരോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുക, അതിനനുസരിച്ചിട്ട് ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. മാസ്റ്റർബേഷൻ ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ പ്രൈവറ്റായിട്ട് അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ്, മറ്റു മനുഷ്യരുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നത് തെറ്റാണ്. ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവനവൻ്റെ ലൈഫിൽ വേറൊരു കാര്യവും നടക്കുന്നില്ല എങ്കിൽ അത് ശരിയല്ല. അങ്ങനെയല്ല, അത് മാത്രമേ ഉള്ളൂ. പോൺ കാണുക, മാസ്റ്റർബേറ്റ് ചെയ്യുക, പഠിക്കേണ്ട, വേറൊന്നും ചെയ്യേണ്ട, ഭക്ഷണം കഴിക്കേണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കുട്ടി പോകുന്നുള്ളതെങ്കിൽ ഇന്നത് ശരിയല്ല എന്നത് പറഞ്ഞു കൊടുക്കാനുള്ള തിരിച്ചറിവ് പാരൻറ്റിന് ഉണ്ട് എങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റും. ഇനി ഇവരെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സ്ഥാനത്തുള്ള ആരെങ്കിലും ഒരാളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. അങ്ങനെ ആൾക്കാരില്ലെങ്കിൽ ഇഷ്ടം പോലെ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, പാരന്റിങ് കോച്ചസ് ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ അങ്ങനത്തെ സെഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ, നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ സഹായം തേടുക. ഇപ്പോൾ ചെറിയ പ്രായത്തിലേ ഇങ്ങനെയൊക്കെയുള്ള എഡ്യൂക്കേഷൻ കിട്ടിയ കുട്ടി ആദ്യം തന്നെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കൂലേ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. ഒരിക്കലും അവർ ചെയ്യില്ല, കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ശരി, എന്താണ് ശരിയല്ലാത്തത്, എന്ത് ചെയ്താലാണ് എനിക്ക് നല്ലത് എന്നുള്ളതൊക്കെ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ ശരിയല്ലായ്മയെ അവരൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം മുമ്പേ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അല്ല, ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഫോൺ കാണാൻ തുടങ്ങുമ്പോഴല്ല അത് പഠിപ്പിക്കേണ്ടത്, അതിനു മുന്നേ നമ്മളത് മുമ്പേ പഠിപ്പിക്കണം. ഫോൺ എല്ലാ കുട്ടികളും കാണും കേട്ടോ, ഇപ്പം അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും കാണും. ഇപ്പം നമ്മളുടെ തന്നെ തേർഡ് പാർട്ടി ആപ്സ് നമ്മുടെ ഫോണിൽ ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും ഇപ്പം ഫേസ്ബുക്കിലത്തെ എന്തെങ്കിലും വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ നമ്മളൊരു ഡൗൺലോഡർ ചെയ്തിട്ടുണ്ട്, വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെക്കോർഡർ, എന്തെങ്കിലും പേയ്മെൻറ്റിൻ്റെ ആപ്പ്, എന്തെങ്കിലും ഗെയിംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന പരസ്യങ്ങൾ എന്തൊക്കെയാണ്? അതെ അതെ അതെ, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ്, പ്ലീസ് കോൾ. കുട്ടികൾ ചിലപ്പോൾ ആ നമ്പർ ഓർത്തിട്ട് സ്വീറ്റിനെ വിളിച്ചാലോ, ഒന്ന് ആലോചിച്ചോക്ക്, അവർ ചെയ്യും. അവർ ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലുള്ള കുട്ടികളാണ്. കുറേ കൂടെ
ഓൾഡർ ആയിട്ടുള്ള പാരൻസിനെ പറ്റി പറയാം. ഒരു റിട്ടയർമെൻറ്റ് ഏജിലൊക്കെ ഉള്ള ആൾക്കാർ. നമ്മുടെ നാട്ടിലൊക്കെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരിക്കുക. അപ്പോൾ ഈ റിട്ടയർ ആയ ആൾക്കാരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കൂല, മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും. എന്തിന് ഒന്നും മിണ്ടാ അവിടെ ഇരുന്നാൽ പോരെ, നിങ്ങൾക്ക് ഇവിടെ വെറുതെ ഇരുന്നാൽ പോരെ, ഞാൻ ചെയ്തോളില്ല. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്യാൻ പോയാൽ പോലും പറയും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ നമുക്കിങ്ങനെ പൊതുവെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ ചാരികസേരയിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് റിട്ടയർമെൻറ്റ്. എങ്ങനെയായിരിക്കണം ഒരു റിട്ടയർമെൻറ്റ് ലൈഫ്? ഇങ്ങനെ അങ്ങ് പോയാൽ മതി, അതോ എന്താണ് റിട്ടയർമെൻറ്റ് എന്നുള്ളത് കൊണ്ടൊരു പാരൻറ്റിന്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആകുന്ന സമയമല്ലേ റിട്ടയർമെൻറ്റ് സമയം. ആ സമയത്തല്ലേ നമുക്ക് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റേണ്ടത്. ആ സമയം പക്ഷെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ മുമ്പേ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ജോലി ഉണ്ടായിട്ടുണ്ടാവും മുമ്പേ. ആ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ആൾക്കാർ, ഈ ബിസിനസ്സുകാരും അങ്ങനത്തെ ജോലികളൊന്നും ഇല്ലാത്ത ആൾക്കാരുമാണ്. അവർക്ക് പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ മരിക്കോളം പണിയെടുക്കും. പിന്നെ പൈസ വരുന്നുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പണിയെടുക്കുന്നതിനനുസരിച്ചിട്ട് പൈസ വരും എന്നുള്ള ബോധം ഉള്ളതുകൊണ്ട് ഇവർ പണി നിർത്താൻ തീരെ താല്പര്യപ്പെടുകയില്ല. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ റിട്ടയർ ചെയ്യുക എന്നുള്ളൊരു പരിപാടി ചെയ്യുന്നത്. അവരിപ്പോൾ ടീച്ചേഴ്സിനെ പോലെയുള്ള ആൾക്കാർ, അങ്ങനത്തെയൊക്കെ ആൾക്കാർ, അവർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ ഉണ്ട്, PF ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം ഇതൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് മക്കൾ പറയണത് പോലെ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കരുത്. നമുക്ക് ഇതുവരെ സമയം ഉണ്ടായിട്ടില്ല, നമ്മുടെ ഭാര്യേൻ്റെ കൂടെ എവിടെയെങ്കിലും പോകാനൊന്നും സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ PF നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുമാനം വരുന്ന രീതിയിൽ അതാക്കി വെക്കുക. പെൻഷൻ്റെ പൈസ ഉണ്ടാവും, അതൊക്കെ എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതിന് മക്കളുടെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ജീവിതത്തിൽ ഒരിക്കലും ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ജനിച്ചിട്ട് കല്യാണം കഴിക്കുന്നത് വരെ പാരൻസ് പറയണത് കേൾക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് പറയുന്നത് കേൾക്കണം. ഈ ഭർത്താവിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ മക്കൾ പറയുന്നത് കേൾക്കണം. പിന്നെ എപ്പോഴാണ് ഇവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാവുക? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല. എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് നീ പോയിക്കോന്ന് പറയും. സ്കൂളിൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വീടും പ്രാരാബ്ദവും കുട്ടികളും ആയിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി എവിടെ പോകാനെന്ന് പറഞ്ഞാൽ അതില്ലാണ്ടാവും. കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ ആരോഗ്യം ഭയങ്കര മോശമാവും. അല്ലെങ്കിൽ പിള്ളേർ പറയും അമ്മക്ക് മിണ്ടാണ്ടിരുന്നാൽ പോരെ, ഈ വയ്യാത്ത കാലത്ത് കാലും കൈ ഓടിയാൻ വേണ്ടിയിട്ട് ഈ പരിപാടിക്ക് നിൽക്കണമെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും പറയുന്നത് കേട്ട് നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നല്ല കാലത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനെയാണ്. എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, പ്രോട്ടീന് കഴിക്കുക, പിന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ശരീരം ഹെൽത്തി ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ഹെൽത്തി ആയിട്ട് ഉണ്ടാവും. ഹെൽത്തി ആയ മൈൻഡുള്ള ഒരു മനുഷ്യൻ ചാരുകസേരയിൽ ഇരിക്കൂല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. എന്തെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എത്ര മനുഷ്യരുണ്ട്. ഇപ്പോൾ KFCൻ്റെ മൂപ്പർ തന്നെ എത്രാമത്തെ വയസ്സിലാണ് സക്സസ്ഫുൾ ആയത്? 77 മറ്റോ 70s മറ്റോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ചിങ്ങനെ കാര്യങ്ങളെയൊക്കെ അനലൈസ് ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ അവർ മരിക്കോളം അവരുടെ ബ്രെയിൻ ആക്റ്റീവായിരിക്കും. ബ്രെയിൻ ആക്റ്റീവായിട്ടുള്ള മനുഷ്യരെപ്പോഴും ആക്റ്റീവായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ ടീച്ചേഴ്സൊക്കെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ പറമ്പിൽ ചേന വെക്കുക, ചേമ്പ് വെക്കുക, വാഴ വെക്കുക, ഇങ്ങനത്തെയൊക്കെ പരിപാടികളാണ്. പക്ഷെ ഇപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം എൻ്റെ അടുത്ത് ഇത്ര നേരം സംസാരിച്ചാൽ. എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ ഉമ്മനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒറ്റൊരു കാര്യം കൂടെ അവസാനമായിട്ട് ചോദിക്കുകയാണ്. അതായത് നമ്മളെപ്പോഴും പറയും, അതായത് നോട്ട് എവ്രി പാരൻറ്റ് ഡിസേർവ്സ് എ ചൈൽഡ് എന്ന് പറയും, ബട്ട് എവ്രി ചൈൽഡ് ഡിസേർവ്സ് എ പാരൻറ്റ്, ഗുഡ് പാരൻറ്റ്. അപ്പോൾ എന്തിനാണ് ഒരാൾ പാരൻ്റ് ആവുന്നത്? ഒരു പാരൻ്റ് ആവുന്നതിന് പിന്നിലെ ഒരു ലക്ഷ്യം എന്തായിരിക്കണം? കുട്ടി നമ്മളോട് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നിട്ടല്ല നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി നല്ലൊരു പാരൻറ്റിനെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പം എല്ലാ കുട്ടികളും നല്ലൊരു മാതാപിതാക്കളെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് കുട്ടീനെ വേണം എന്നുള്ളത് നമ്മളുടെ ചോയ്സ് ആയിരിക്കണം.
മറ്റു മനുഷ്യർ നമ്മളോട് പറഞ്ഞിട്ട് എന്താ കുട്ടികളാവാത്തേന്ന് ചോദിക്കുന്നത് കൊണ്ടോ, നമുക്ക് പ്രായമായതുകൊണ്ടോ, എൻ്റെ തലമുറ പിന്നെയും നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലോ, സ്വത്തുക്കൾ കുറേ കിട്ടിയത് അത് ഇനി അന്യാധീനപ്പെട്ടു പോവരുത് എന്ന് വിചാരിച്ചിട്ടോ ഒന്നും പാരൻ്റ് ആവരുത്. നിങ്ങൾ ഞാൻ ഇന്ന് ഞാൻ വീണയുടെ ഒരു വീഡിയോ കണ്ടതായിരുന്നു. നമ്മുടെ ഒരു വീണ മുകുന്ദനോ ഒരു കുട്ടിയിൽ ഇങ്ങനെ ആങ്കറിങ് എന്ന് ചെയ്യുന്ന കുട്ടി പ്രസവിച്ച് കഴിഞ്ഞ് പിന്നെയാണ് അമ്മയാവുക എന്ന് വെച്ചാൽ എന്താന്നുള്ളത് മനസ്സിലാവുന്നത്. എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനിയെല്ലാം ഇയാളുടെ ചുറ്റിപ്പറ്റിയിട്ടാണ് ജീവിതം എന്നുള്ളത് മനസ്സിലായത്. അതാണ് ഒരു പാരന്റ് ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ. എല്ലാം അവരെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. പുരുഷന്മാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തത് അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ ചിലപ്പോൾ വീട്ടിലുള്ളത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പക്ഷെ പുതിയ തലമുറ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഈക്വലി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതുപോലെ പ്ലാൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾ കുട്ടികൾ വേണമോ എന്ന് തീരുമാനിക്കുക. നല്ലൊരു പാരൻ്റ് ആവാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ കുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ദയവായിട്ട് കുട്ടികൾ വേണ്ട എന്ന് പറയുന്ന മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ ഡെസിഷനെ റെസ്പെക്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം അവർക്കറിയാം അവരെ കൊണ്ട് അത് പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് അവരത് വേണ്ടാന്ന് വെക്കുന്നത്. നമ്മൾ സഹായിക്കും, നമ്മൾ നോക്കിക്കോളും കുട്ടികളെ എന്ന് പറഞ്ഞാലും നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കുട്ടിയല്ല അത് അവരുടെ കുട്ടിയാണ്. അവരാണ് അവരെ നോക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ദയവായിട്ട് മറ്റു മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കാൻ പറയരുത്. അവർക്ക് വേണമെങ്കിൽ മാത്രം അവർ അങ്ങനെ ഒരു ചോയ്സ് എടുത്തോട്ടെ. എങ്കിൽ മാത്രമേ ഒരു നല്ല ഒരു കുടുംബം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ലൈക്ക് a wise person once told me, we are yesterday's people preparing today's children for tomorrow. അതാരാ പറഞ്ഞേ? അത് ഞാനാ പറഞ്ഞു. പക്ഷെ അതിന്റെ അടിയിൽ വന്നിട്ട് എത്ര മനുഷ്യർ എന്തൊക്കെ പറയുന്നറിയോ. നമ്മളത് എന്താണ് പറയുന്നതെന്നുള്ളത് പോലും മനസ്സിലാക്കാതെ പല മനുഷ്യരും പറയാറുണ്ട്. അങ്ങനെ ഒന്നും അറിയിക്കാതെ വളർത്താൻ പറ്റുമെന്ന്. അറിയിക്കാതെ വളർത്തുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെ വളർത്തരുത്. ഈ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ അവരെ വളർത്തുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം അതും കൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നാളെ നമ്മൾ ജീവിച്ചപ്പോഴും നമ്മൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു നമ്മൾ ഇങ്ങനെയൊരു ലോകത്താണ് ഇനി വരാൻ പോകുന്നതെന്ന്. ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോഴും നമുക്കറിയില്ല നാളെ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസും അവരുടേതായിട്ടുള്ള ഫ്രീഡവും ഒക്കെ അവർക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വളർത്തിയാൽ മാത്രമേ നല്ല കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.